ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. ഞാനിന്ന് ഒരു ചിക്കൻ ദം ബിരിയാണി റെസിപ്പിയാണ് കാണിക്കുന്നത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ ദം ബിരിയാണി ചെയ്യുന്നതെന്ന് നോക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത് 1 കിലോയും 300 ഗ്രാമുമാണ്. ഇത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള പിസ്ത ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം നട്ട്സും കിസ്മിസുമാണ് കുറച്ച് വറുത്തെടുക്കുന്നത്. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നട്ട്സ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസ് കൂടെ ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നട്ട്സും കിസ്മിസും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഒന്ന് നീളത്തിലരിഞ്ഞത് ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരല്പം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഫോട്ടോയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ പിസ്ത ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 2 മീഡിയം സൈസ് സവാള എടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാനിവിടെ പിസ്സ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മസാല ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യുടെയും വെളിച്ചെണ്ണയുടെയും കോമ്പിനേഷൻ കുറച്ച് നല്ലതാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 4 മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്നങ്ങ് വെള്ളം വലിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, അതുപോലെ 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 15 പച്ചമുളക് അതും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ഒരു 20 എണ്ണം വരെ ആകാം. എരിവില്ലാത്ത മുളകാണെങ്കിൽ 20 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണമെല്ലാം മാറി നന്നായിട്ടൊന്ന് വാടി വരണം. സവാളയോടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയോട് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അധികം ആവശ്യമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഫ്രഷായിട്ട് ഗരം മസാല ചെയ്താൽ കുറച്ച് നന്നായിട്ടുണ്ടാവും. ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് മല്ലിയില, അതുപോലെ ഒരു 1/2 കപ്പ് പുതിനയില, ഇത് രണ്ടും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് പുളി നോക്കിയിട്ട് വേണം തൈര് ചേർക്കാൻ. അധികം പുളിയില്ലാത്ത തൈരാണ് ബിരിയാണിക്ക് നല്ലത്. നമ്മൾ കറിക്കൊക്കെ എടുക്കുമ്പോൾ പുളി ഉള്ള തൈര് ബിരിയാണിക്ക് അത്ര നല്ലതല്ല. ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഒന്നങ്ങ് ഇറങ്ങി വരുന്നത് പോലെ മിക്സ് ചെയ്യാം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ഒരു 100 ml നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിപ്പോൾ ചോറ് വേവിക്കുന്ന നെയ്യ് തന്നെയാണ്.
1 കിലോ റൈസിന് 100 ml നെയ്യ് കറക്റ്റായിരിക്കും. ഇനി നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇതുപോലെ 2 പീസ് പട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തക്കോലം, 8 ഏലക്ക, അതുപോലെ 8 ഗ്രാമ്പൂ, ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം സവോള ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കേണ്ട ആവശ്യം, നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ നെയ്യൊന്ന് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സവോള ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇരട്ടി വെള്ളമാണ് സാധാരണ ചേർക്കാറ് നെയ്ച്ചോറിനൊക്കെ ആണെങ്കിൽ. പക്ഷെ നമ്മളിതിപ്പോൾ ദമ്മിടാനായതുകൊണ്ട് 1/4 വേവ് മതി നമുക്ക് ചോറിന്. അപ്പോൾ അതുകൊണ്ട് 1 കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് വെള്ളത്തിന് ഉപ്പിൻ്റെ ടേസ്റ്റ് അറിയണം, എന്നാലാണ് ചോറിന് ഉപ്പ് പിടിക്കുള്ളൂ. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്, ജീരകശാല റൈസ്. അത് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം തെളിയുന്നവരെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി തിളച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് സിമ്മിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളം കൂടുതലാണെങ്കിൽ 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് കറക്റ്റ് വെള്ളത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇതൊന്ന് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പിസ്തയുടെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 സവാളയാണ് വറുത്തത്, അതിൽ നിന്ന് 1 സവാള എന്ന പോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചേക്കാം. അപ്പോൾ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 1/4 വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാം. ദമ്മിടാനായിട്ട് ആദ്യം നമുക്ക് മസാലയുടെ മുകളിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. ചോറ് കുറച്ച് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ചോറിൻ്റെ മുകളിലേക്ക് 1/4 കപ്പ് പാലിലേക്ക് ഒരല്പം മഞ്ഞൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് ഗരം മസാല ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് പുതിനയില കൂടെ. പുതിനയില അധികം വേണ്ട, ഒരല്പം മതി, അധികം ആവാൻ പാടില്ല. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഉള്ളിയും നട്ട്സും കിസ്മിസും എല്ലാം കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേളിലേക്ക് ഒരല്പം പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും നമ്മളതിൻ്റെ മേലേക്ക് ചോറിട്ട് കൊടുക്കണം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ ലാസ്റ്റ് ലെയറിലാണ് കുറച്ചധികം നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ പൈനാപ്പിൾ 1/4 കപ്പിൻ്റെ അടുത്ത് വരും. പൈനാപ്പിൾ ചേർക്കുന്നത് നിർബന്ധമില്ല, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫോയിൽ പേപ്പർ വെച്ച് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് ഞാനിത് അടച്ച് വെച്ച് ദമ്മിടുന്നത്. ഇനി ഇതുപോലെ ഒരു പഴയ ദോശത്തവ ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ ഈ പാത്രം വെച്ച് കൊടുക്കുന്നത്. എന്നിട്ടൊരു സിമ്മിലിട്ടിട്ട് 1/2 മണിക്കൂർ നന്നായിട്ട് ആവി കയറ്റി എടുക്കണം. അപ്പോൾ ഇവിടെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ഇവിടെ ദമ്മായി വന്നിട്ടുണ്ട്. നമ്മൾ ദമ്മ് ഉടനെ തന്നെ ഇത് തുറന്ന് നോക്കാതെ കുറഞ്ഞൊരു 15 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് തുറക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കറക്റ്റായിട്ട് ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.